താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് അടക്കമുള്ള ആയുധങ്ങൾക്കായി തെരച്ചിൽ. പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമെന്ന് ഷഹബാസിന്റെ പിതാവ്. പ്രതികളിൽ പോലീസിന്റെയും അധ്യാപികയുടെയും മക്കൾ. കുറ്റക്കാരായ വിദ്യാർത്ഥികളിൽ ലഹരി സ്വാധീനമുണ്ടോ എന്നതും അന്വേഷിക്കണമെന്ന് പിതാവ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതി അഫാന്റെ വെളിപ്പെടുത്തൽ. കൊല്ലാൻ പദ്ധതിയിട്ടത് ബന്ധുക്കളായ അമ്മയെയും മകളെയും. കടം ചോദിച്ച തുക നൽകാത്തതാണ് പ്രതികാരത്തിന് കാരണമെന്നും അഫാന്റെ വെളിപ്പെടുത്തൽ. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അനുജനെ കൊന്നതോടെ തളർന്നെന്നും അഫാന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. പാട്യം മുതിയങ്ങ വയലിലാണ് കാട്ടുപന്നി ആക്രമണം ഉണ്ടായത്. മുകേരി വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കൃഷിയിടത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. രാവിലെ കൃഷിയിടത്തിൽ പോയപ്പോഴാണ് കാട്ടുപന്നി ആക്രമിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്ത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സംഭവത്തിൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. പരിക്കേറ്റ മകന്റെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് സമരവേദിയിൽ പോലീസ് അഴിച്ച ഷീറ്റ് വീണ്ടും കെട്ടി ആശാവർക്കർമാർ. സമരപ്പന്തലിലെ ടാർപോളിൻ പോലീസ് അഴിച്ചിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ശക്തമാക്കാൻ നീക്കം. എറണാകുളം കളമശ്ശേരിയിൽ വീണ്ടും മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം. രോഗവ്യാപനം ആദ്യം സ്ഥിരീകരിച്ചത് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. സഹപാഠികളുടെ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ദുരിതത്തിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി പോലീസ്. കേസ് അട്ടിമറിക്കാൻ പോലീസും സ്കൂൾ അധികൃതരും ശ്രമിക്കുന്നുവെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദിനി ജിന്നുമ്മയ്ക്കും ഭർത്താവും ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകി. 1758 പേജുകളുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയത്. പ്രതികൾക്കെതിരെ 1,46,000 ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ഹാജരാക്കി. ശ്വാസകോശാണുബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മാർപ്പാപ്പയ്ക്ക് കൃത്രിമ ശ്വസന സംവിധാനത്തിനൊപ്പം ഓക്സിജൻ തെറാപ്പിയും നൽകുന്നതായി വത്തിക്കാൻ അറിയിച്ചു. സ്വന്തമായി ഭക്ഷണം കഴിക്കാനും ശ്വസന ഫിസിയോതെറാപ്പി തുടരുന്നതായും വത്തിക്കാൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യ സാക്ഷരതയുള്ള കേരളത്തിൽ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം 65,000 ആണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ ചങ്ങന്നൂരിൽ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആരോഗ്യമാനന്ദം എന്ന ക്യാൻസർ ക്യാമ്പയിൻ വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശാമാർ സമരം ആരംഭിച്ച് 20 ദിവസം പിന്നിട്ടപ്പോഴാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. ആശാവർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം നൽകി. സമരക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ദുഷ്ടബുദ്ധിയാണിതെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരിൽ അവശത അനുഭവിച്ചിരുന്ന 85-കാരിയായ വൃദ്ധമാതാവിനും മാനസികാസ്വാസ്ഥ്യമുള്ള മകനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അടിയന്തര ഇടപെടലിൽ സംരക്ഷണവും ചികിത്സയും ഉറപ്പാക്കി. താഴത്തുപറമ്പിൽ അമ്മിണി എന്ന വയോധികയുടെയും മകന്റെയും ദുരവസ്ഥ സാമൂഹ്യ പ്രവർത്തകർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നടപടി. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കൊല്ലം SP ഓഫീസ് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് സമീപത്തായി 70 സെന്റ് ഭൂമിയിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്.
മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും 2021 മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ ഇടുക്കി രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു. 40 കിലോമീറ്റർ അകലെ നിന്നും വേണം ഫയർഫോഴ്സ് രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി, ബൈസൺ വാലി എന്നീ മേഖലകളിലെത്താം. കടുത്ത വേനലിൽ ജീവൻ നിലച്ച് ആലപ്പുഴ നെടുമുടി പഞ്ചായത്തിലെ ചെമ്പകശ്ശേരിത്തോട്. പ്രാഥമിക ആവശ്യത്തിന് പോലും ജലം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. തോട് വറ്റി വരണ്ടതോടെ സമീപ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും പ്രതിസന്ധിയിലാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിലെ ചെങ്കൽ ചൂളകൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ഇഷ്ടിക നിർമ്മാണത്തിനാവശ്യമായ മണ്ണിന്റെയും തൊഴിലാളികളുടെയും ലഭ്യതക്കുറവാണ് ചെങ്കൽ ചൂളകളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുന്നത്. കൊല്ലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ 6 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് കുടുംബം. വെള്ളിമൺ ഇടക്കര ജയന്തി സ്വദേശികളായ ഷാജഹാൻ, ഫാത്തിമ ദമ്പതികളുടെ ഇളയ മകനായ ഷാഹിദിനാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. കന്യാകുമാരിയിൽ പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് 4 പേർ മരിച്ചു. ഇനയം പുത്തൻതുറ സ്വദേശികളായ മൈക്കിൾ പിൻഡോ, മരിയ വിജയൻ, അരുൾ സോപൻ, ജസ്റ്റസ് എന്നിവരാണ് മരിച്ചത്. പുത്തൻതുറയിൽ സെന്റ് ആന്റണീസ് ചർച്ചിലെ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് അലങ്കാര ക്രമീകരണത്തിനിടെ ഇരുമ്പ് കോവണി വൈദ്യുത ലൈനിൽ തട്ടി അപകടം സംഭവിക്കുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കൊല്ലം നിലമേലിൽ ഭാര്യയ്ക്കും ഭാര്യ മാതാവിനും നേരെ ആസിഡ് ആക്രമണത്തിൽ അജിതയുടെ മാതാവ് തങ്കമണി എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ അജിതയുടെ ഭർത്താവ് രാജുവിനെ ചടയമംഗലം പോലീസ് പിടികൂടി. തൃശൂർ പാലിയേക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മനക്കുടി സ്വദേശിയായ യുവതിയെയാണ് മർദ്ദനമേറ്റ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ശ്രീ വിദ്യാധിരാജ കോളേജിലെ ITI വിദ്യാർത്ഥി സാജനെയാണ് സഹപാഠി ആക്രമിച്ചത്. മുക്കിന്റെ പാലം തകർന്ന സാജൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെയ്യാറ്റിൻകര വാഴിച്ചാലിൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. മലയങ്കീഴ് സ്വദേശി ജിതിനാണ് പിടിയിലായത്. വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലെ സെക്കൻഡ് ഇയർ BCom ഫിനാൻസ് വിദ്യാർത്ഥിയാണ് ജിതിൻ. തൃശൂർ ചാലിശ്ശേരിയിൽ ആനയുടെ ഏക്കത്തുകയായ 5 ലക്ഷം രൂപ നിർധന കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി നൽകി ചാലിശ്ശേരി നവയുഗ കമ്മിറ്റി. മുലയം പറമ്പത്തുകാവ് പൂരത്തിന് ആനയ്ക്കായി നൽകേണ്ട തുകയാണ് അജിതന്റെ കുടുംബത്തിനായി കമ്മിറ്റി മാറ്റിവെച്ചത്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരിടമുണ്ട് ഇടുക്കിയിൽ. മൂന്നാറിന്റെ മടിത്തട്ടിൽ സഞ്ചാരികൾ ആരും അറിയാതെ പോയ ഒരിടം. രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റ്. പൊന്മുടി ജലാശയവും മുളങ്കാടുകളും പച്ചത്തുരുത്തുകളും മലനിരകളും അസ്തമന കാഴ്ചകളും കള്ളിമാലിയെ വേറിട്ടതാക്കും. ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് കള്ളിമാലി വ്യൂ പോയിന്റ്. മലപ്പുറം തിരൂരിൽ പൂക്ക ചാമ്പ്രക്കുളം റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ 21.5 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പോലീസിന്റെ രാത്രികാല പരിശോധനയ്ക്കിടെയാണ് യുവാവ് പിടിയിലായത്. കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയാണ് അറസ്റ്റിൽ. വിവാഹിതയായ സ്ത്രീയെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി.
വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം സാധ്യമല്ലെന്നിരിക്കെ പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് കരുതേണ്ടി വരും. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ബലാത്സംഗവും തടങ്കൽ കുറ്റവും നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ പീഡനക്കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഉത്തരവ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ആലുവിള സ്വദേശി അശ്വിൻ കുമാറാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരു വാഹനങ്ങളും ബസ് ബൈക്കിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമിച്ചതായി പരാതി. വടത്തുംപടി സ്വദേശിയായ ജോസ് ആക്രമിച്ചെന്നാണ് ഡെയ്സി തോമസിന്റെ പരാതി. പരിക്കേറ്റ ഡെയ്സി തോമസിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊയ്യ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചു. കാസർഗോഡ് കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് യുവാവ് മരിച്ചു. ചെമ്പരിക്ക സ്വദേശി ഹാരിസ് ആണ് മരിച്ചത്. കിണറിൽ കല്ല് കെട്ടുന്നതിനിടെ ഒരു ഭാഗത്തെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. മണ്ണിന് അടിയിൽപ്പെട്ട ഹാരിസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. ഇടുക്കി വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച കോൺഗ്രസ്. ഈ മാസം 4 രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂറുമാറിയ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് സുധീർ പുന്നപ്പാലയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രനെതിരെയാണ് കേസെടുത്തത്. സുധീറിന്റെ കട തകർത്തതിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TP റീന അടക്കമുള്ള CPI നേതാക്കൾക്കെതിരെയും കേസെടുത്തു. പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കൺവീനറുമായ സുധീർ പുന്നപ്പാലയെ രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. കോഴിക്കോട് പയ്യോളിയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ആർദ്രയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 2-നായിരുന്നു വിവാഹം. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ഭൂമി കയ്യേറാൻ റിസോർട്ട് ഉടമ ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫാണ് വ്യാജരേഖ ചമച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ ജന്മദിനമാണ്. മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും ഈണം പകർന്ന കലാകാരൻ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ പടികടന്നെത്തുന്ന പദനിസ്വനമായി തുടരും. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ ഒഴിവുള്ള ഒരു കലാചരിത്രാധ്യാപകൻ തസ്തികയിലെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. മാർച്ച് 5 രാവിലെ 10:30 ഗുരുവായൂർ ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. കലാചരിത്രവും സൗന്ദര്യശാസ്ത്രവും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, അധ്യാപക പ്രവൃത്തി പരിചയം, കലാചരിത്ര രംഗത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യതകൾ. അതിവേഗ വാർത്തയിൽ ഇനിയൊരു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ വനിതകൾക്ക് മാത്രമായി റീൽ മത്സരം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥിനികൾക്കും പങ്കെടുക്കാം. മാലിന്യം വലിച്ചെറിയലിനെതിരെയുള്ള സന്ദേശങ്ങൾ, മാലിന്യ സംസ്കരണം, ഹരിത പെരുമാറ്റച്ചട്ടം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മത്സരം. മനസ്സ് മാറ്റൂ മാലിന്യമകറ്റൂ എന്ന ക്യാപ്ഷനോടുകൂടി പരമാവധി 2 മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകൾ തയ്യാറാക്കി അയക്കാം. റീലുകൾ മാർച്ച് 8 വൈകുന്നേരം 5 വരെ അയക്കാം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കണ്ണൂർ പെരുവാമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ മാർച്ച് 2 മുതൽ 5 വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു.
കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മാർച്ച് 7 ഹാജരാകും. കണ്ണൂർ സർവകലാശാല ഹിന്ദി വിഭാഗത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവർ മാർച്ച് 4 രാവിലെ 10:30 ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം. ആലപ്പുഴ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികൾക്കും സ്മാർട്ട് ടിവികൾ വിതരണം ചെയ്തു. അറിവും തിരിച്ചറിവും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്മാർട്ട് TV വിതരണോദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. അസാപ് കേരളയിൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് എന്നിവയിലോ മറ്റനുബന്ധ വിഷയങ്ങളിലെയോ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 9 വൈകിട്ട് 5 മുമ്പ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നടത്തുന്ന വൈദ്യുത ദീപാലങ്കാര പ്രവൃത്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ യോഗം നാളെ ചേരും. തൃശൂർ കുറൂരമ്മ ഹാളിൽ ചേരുന്ന യോഗം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ഭരണസമിതി അംഗം C മനോജ് അധ്യക്ഷനാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ സഹസ്രകലശ ചടങ്ങുകൾക്ക് മാർച്ച് 2 തുടക്കമാകും. 1-ാം ദിവസം ദർശന നിയന്ത്രണം ഉണ്ടാകും. ഇന്നു മുതൽ 9 വരെയായിരിക്കും ക്ഷേത്രകലശ ചടങ്ങുകൾ ഉണ്ടാവുക. എറണാകുളം ആലുവയിൽ കിണറ്റിൽ വീണ 1-ാം ക്ലാസ്സുകാരനെ രക്ഷപ്പെടുത്തി ആലുവ സ്പെഷ്യൽ ബ്രാഞ്ച് SI KA ശ്രീകുമാർ. 6 വയസ്സുകാരൻ കിണറിന്റെ കൈവരിക്കെട്ടിൽ കയറി നിന്ന് പേരയ്ക്ക പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കെട്ടടർന്ന് കിണറിൽ വീഴുകയായിരുന്നു. ആലപ്പുഴ മങ്കൊമ്പ് ചമ്പക്കുളം റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. പറമ്പിലെ കരിഞ്ഞുണങ്ങിയ പുല്ലുകളും മരത്തടികളുമാണ് കത്തിയത്. സിഗരറ്റ് വലിച്ച ശേഷം ബാക്കി വന്ന ഭാഗം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതാവാം അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ആളിക്കത്തുന്നത് കണ്ട യാത്രക്കാർ ആലപ്പുഴ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയാണ്. വേനൽക്കാലത്ത് തീപിടുത്തമുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയും. പാലക്കാട് പട്ടാമ്പിയിൽ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മരത്താക്കരയിൽ 7500 പാക്കറ്റ് ഹാൻസുമായി യുവാക്കൾ പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശികളായ അസറുദ്ദീൻ, റിയാസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ജില്ലയിലുടനീളം ഹാൻസ് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് ഒല്ലൂർ CI വിമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മലപ്പുറം എടയൂരിൽ 2 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പൂക്കോട് സ്വദേശി മുഹമ്മദ് അലിയെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തിരൂർ DYSP ബാലകൃഷ്ണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ചിറ്റിശ്ശേരി സ്വദേശി രാമചന്ദ്രനാണ് ഇരിങ്ങാലക്കുട എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 32 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ വീടിന് തീയിട്ട യുവാവ്. വെള്ളറട സ്വദേശി ആൻഡോയാണ് വീടിന് തീവെച്ചത്. ആൻഡോയും അമ്മ പ്രജിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ പ്രജിത സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷമാണ് ആൻഡോ വീടിന് തീയിട്ടത്. സംഭവത്തിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വെള്ളനാട് റെയ്ഡിനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വെട്ടേറ്റു. അരനാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വെള്ളനാട് കോഴി ഫാമിൽ ചാരായം വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഉദ്യോഗസ്ഥർക്ക് വെട്ടേറ്റത്.
ഉദ്യോഗസ്ഥരായ ജിഷ്ണു, ശ്രീകാന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് എറണാകുളം സ്വദേശി സജീവ് വാളശ്ശേരിയും 15 ശിഷ്യന്മാരും 5.5 മണിക്കൂർ കൊണ്ട് 9 കിലോമീറ്ററാണ് ആശാനും ശിഷ്യന്മാരും നീന്തിക്കടന്നത്. പെരിയാറിൽ 16 വർഷമായി സൗജന്യ നീന്തൽ പരിശീലനം നടത്തി വരുന്നയാളാണ് സജീവ് വാളശ്ശേരി. മലപ്പുറത്ത് പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപത്തിന് പുതിയ സംവിധാനങ്ങളുമായി സംരംഭകൻ. എടവണ്ണ സ്വദേശി റിസ്വാനാണ് പുതിയ സംവിധാനം ഒരുക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ എടവണ്ണ പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കി. റിസ്വാന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് അയൺ ഇൻഫ്രാടെക് എന്ന സ്ഥാപനമാണ് പദ്ധതി നടപ്പിലാക്കിയത്. 8 അടിയോളം ആഴമുള്ള കുഴിയും 6 അടിയോളം വ്യാപ്തിയുള്ള സുന്ദരമായ മേൽക്കൂടാരവും ആണ് ഇതിന്റെ പ്രത്യേകത. തൃശൂർ കൊടകര പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായാണ് ബക്കറ്റ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ ലഹരിയും കുടിവെള്ളവും പ്രധാന ചർച്ചാ വിഷയമാക്കി താലൂക്ക് വികസന സമിതി യോഗം. ലഹരിക്കെതിരെ ജനകീയ പോരാട്ടം അനിവാര്യമെന്ന് യോഗം വിലയിരുത്തി. വേനലിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാനും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള ചർച്ചകളാണ് യോഗത്തിൽ പ്രധാനമായും നടന്നത്. മലപ്പുറം വട്ടംകുളത്ത് കുടുംബശ്രീ CDSന് കീഴിൽ പൊതുസഭയും ഹരിത അയൽക്കൂട്ടം പഞ്ചായത്ത് തല പ്രഖ്യാപനവും RP-മാർക്കുള്ള ആദരവും ബ്ലോക്ക് കോർഡിനേറ്റർക്കുള്ള യാത്രയയപ്പും നടത്തി. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ കാർത്യായനി അധ്യക്ഷത വഹിച്ചു. എറണാകുളം വടക്കേക്കരയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷനായി. രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലേതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കോളേജുകൾ കേന്ദ്രീകരിച്ച് സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുമെന്നും ഉത്തരവ് വേഗത്തിൽ പുറത്തിറക്കുമെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ. ബ്രണ്ണൻ കോളേജിന് നവീകരിച്ച കളിസ്ഥലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ കായിക മേഖലയിൽ മുൻപന്തിയിലെത്തിക്കുന്നതിന് കോളേജ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിലെ നവീകരിച്ച ചുമർ ചിത്രങ്ങളുടെ സമർപ്പണം നടന്നു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സമർപ്പണ ചടങ്ങ്. കൊല്ലം ആശ്രാമം മൈതാനത്ത് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോർപ്പറേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത്. സംസ്ഥാന സമ്മേളനത്തെയും അതിന് വേദിയാകുന്ന കൊല്ലത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് 100 കണക്കിന് വനിതകളാണ് ചുവടുവെച്ചത്. തിരുവനന്തപുരം മൈലം ഗവൺമെന്റ് LP സ്കൂളിൽ ഇംഗ്ലീഷ് കാർണിവൽ സംഘടിപ്പിച്ചു. അരുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേണുക രവി കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിജോ രാജ് അധ്യക്ഷനായി. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിലെ നവീകരിച്ച മഞ്ജുളാൽ തറയും പുതിയ വെങ്കല ഗരുഡ ശില്പവും ഭക്തർക്ക് സമർപ്പിച്ചു. നവീകരിച്ച മഞ്ജുളാൽ തറയുടെ സമർപ്പണ ചടങ്ങ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. തെക്കൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചിന്ത് പാട്ട് സംഘം മാന്നാറിൽ നിന്ന്. മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി സംഘം അരങ്ങേറ്റം കുറിച്ചു. മുരുകന്റെ വാദ്യങ്ങളിൽ ഒന്നായിട്ടാണ് ചിന്ത് കാവടി അറിയപ്പെടുന്നത്. തൃശൂർ പാവറട്ടിയിൽ സാഹിത്യദീപിക കോളേജ് സ്ഥാപകനും സംസ്കൃത പ്രണയഭാജനവുമായ PT കുര്യാക്കോസ് മാസ്റ്ററുടെ സമാധി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ കുര്യാക്കോസ് മാസ്റ്ററുടെ ഖബറിടത്തിൽ പുഷ്പാർച്ചന നടത്തി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ മണലൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച കേരള വ്യാപാരി വ്യവസായി സമിതി മണലൂർ യൂണിറ്റ് അംഗമായിരുന്ന ഫ്രാൻസിസ് പള്ളിക്കുന്നത്തിന്റെ വ്യാപാരമിത്ര ഫണ്ട് കൈമാറി. ഭാര്യ കൊച്ചുത്രേസ്യ ഫ്രാൻസിസിന് 5 ലക്ഷം രൂപയുടെ ഫണ്ട് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ മിൽട്ടൺ തലക്കോട്ടൂർ കൈമാറി. ഗായിക ശ്രേയ ഘോഷാലിന്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. ശ്രേയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം ആരാധകരെ അറിയിച്ചത്. ഫെബ്രുവരി 13 മുതൽ അക്കൗണ്ട് തന്റെയോ തന്റെ ടീമിന്റെയോ നിയന്ത്രണത്തിലല്ലെന്നും അക്കൗണ്ട് തിരിച്ചെടുക്കാനോ ഒഴിവാക്കാനോ കഴിയുന്നില്ലെന്നും ശ്രേയ പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ശ്രേയ ഈ വിവരം പങ്കുവച്ചത്. തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും. മികച്ച ചിത്രം, സംവിധാനം, നടൻ, നടി തുടങ്ങി പ്രധാന വിഭാഗങ്ങളിലെല്ലാം കടുത്ത മത്സരമാണിത്തവണ. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം നേടിയ അനുജ എന്ന ചിത്രത്തിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. ഇൻസ്റ്റഗ്രാമിന് ഭീഷണിയാവാൻ പുതിയ ആപ്പ് പുറത്തിറക്കി ബ്ലൂ സ്കൈ. ഫ്ലഷസ് എന്നാണ് ബ്ലൂ സ്കൈയുടെ ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പിന്റെ പേര്. ആപ്പ് സ്റ്റോറിൽ 24 മണിക്കൂറിനകം 30,000 ഡൗൺലോഡുകൾ ഈ സ്വതന്ത്ര ആപ്പിന് ലഭിച്ചു. ഫ്ലാഷസിന്റെ ആൻഡ്രോയിഡ് ആപ്പ് എപ്പോൾ പുറത്തിറക്കുമെന്ന് വ്യക്തമല്ല. ഇൻസ്റ്റഗ്രാമിനോട് ഏറെ സാമ്യതയുള്ള ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പാണ് ബ്ലൂ സ്കൈ പുറത്തിറക്കിയ ഫ്ലാഷസ്.